ധനുദേവിക പുള്ളിക്കാരത്തിയാണ് സെൻട്രൽ ക്യാരക്ടർ. പിന്നെ സിംഹമാണ് പുള്ളി സെൻട്രൽ ക്യാരക്ടറാണ്. ഇത് എൻ്റെ ഒരു മെയിൻ നിസാർ മുഹമ്മദ് പ്രശ്നമുണ്ടോ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ കൊണ്ടുവന്നുള്ള പരിചയപ്പെടുത്തുന്നു ഇവിടെ ഞാൻ കണ്ടല്ലോ കണ്ടല്ലോ വീട്ടിലായിരുന്നു. ആ പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് ബ്രേക്ക് ത്രൂ. ഞാൻ കണ്ടിട്ടില്ല സിനിമ. എല്ലാവരും ക്യാരക്ടറാണ്. ബ്രോ മേരി സജിത്ത് നമ്മുടെ ഷോർട്ട് ഫിലിം കുറെ കാലമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫെസ്റ്റിവലുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത്. നമ്മളൊരു കുറേ ഫെസ്റ്റിവലുകൾ അറ്റൻഡ് ചെയ്ത് 13 അവാർഡുകൾ കിട്ടി. അപ്പോൾ ഇന്നിവിടെ ലോഞ്ച് ആവുകയാണ്. ഇപ്പം മലയാള സിനിമയുടെ ജെസി മമ്മി ലതാദാസ് ഇന്ന് ഇനോഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ചെറിയ പോവാം. ഷുഗർ അവാർഡുകളൊക്കെ കിട്ടിയ ഒരു പടത്തിന് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യം. അപ്പൊ എന്റെ ഒരു ഫസ്റ്റ് ഒരു സോങ് ഉണ്ട്, അത് കണ്ടിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് സംസാരിക്കാം. നമ്മുടെ ഷോർട്ട് ഫിലിം കുറെ കാലത്തിന് ശേഷം എയറിലേക്ക് എത്തിയിരിക്കും. പക്ഷേ എയറിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ ഉടനെ എന്റെയും ഷെമീറിന്റെയും ഒക്കെ ഒരു സിനിമ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കേക്ക് അങ്ങ് കുറിച്ചാണ് മെലഡ ഫ്രഷ്. ഗസ്റ്റ്
എല്ലാവർക്കും സംസാരിച്ചിട്ടും ഇന്ന് ഇത്രയും നല്ലൊരു ഷോർട്ട് മൂവി, അതായത് 10-13 അവാർഡ് കിട്ടാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഒരു വർക്ക് ഇത്ര നാളും വെയിറ്റ് ചെയ്തത്, അത് ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇത്ര ഒരു നല്ലൊരു മുഹൂർത്തത്തിൽ എന്നെ ഇത് റിലീസ് ചെയ്യാനായിട്ട്, ഈ ഫിലിം റിലീസ് ചെയ്യാൻ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട്. അവരെല്ലാവരും ഇത്ര നാളും വെയിറ്റ് ചെയ്യായിരുന്നു ഈ ഒരു ദിവസത്തിനായിട്ട്. അപ്പൊ ഈ ഒരു ദിവസത്തിൽ നിങ്ങളിലേക്ക് കൂടാൻ പറ്റിയതും എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കാണണം. അപ്പോൾ ഇതെല്ലാവരിലേക്ക് എത്തട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ. നന്നായിട്ട് കട്ട് ചെയ്യാൻ അറിയാവുന്നവരാ? തല അവിടെ കട്ട് ചെയ്യട്ടെ. ധനു, എന്താ പറയാനുള്ള ഈ അവസരത്തില്? റിലീസായല്ലോ എത്ര നാൾക്ക് ശേഷം. എല്ലാരും കാണാം, സപ്പോർട്ട് ചെയ്യാം. നമസ്കാരം. തീർച്ചയായിട്ടും പറഞ്ഞ പോലെ കുറച്ച് പറഞ്ഞ പോലെ ലേറ്റ് ആവുന്ന ലേറ്റസ്റ്റ് പറഞ്ഞ പോലെ കുറച്ച് വൈകിയാണെങ്കിലും മരം എന്നുള്ള ഒരു കൊച്ചു മൂവി മലയാളത്തിന് ഒരു പുതിയൊരു അനുഭവം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും കൂടുതൽ പേർക്ക് എത്തട്ടെ. അതിലൂടെ അതിൽ ആഗ്രഹിച്ച എനിക്കും ഇവർക്കൊക്കെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടട്ടെ. തീർച്ചയായിട്ടും മേഡത്തിന് കൂടെ അഭിനയിക്കുന്ന ഒരു അവസരം നമുക്കും കിട്ടട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും കാണുക, എല്ലാവരും അത് ഷെയർ ചെയ്യുക. താങ്ക് യു. മരം ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഹസ്ബൻഡായിട്ട് കുറേ നാളായി. ഇതിനെ ഈ അവാർഡുകൾ നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഓരോരുത്തർ ചോദിക്കണ്ടായിരുന്നു അപ്പൊ കാണാൻ പറ്റുന്നുള്ളത് അവാർഡ്. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു അപ്പൊ വളരെ സന്തോഷം. എല്ലാവരും ഒരു എഫർട്ട് എന്നുള്ളൊരു റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. ഇപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കണേ. എന്തായാലും ഇനി നമുക്കൊരു പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ? വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ മരത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഞാനും സജി സാറും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഫസ്റ്റ് വർക്ക് കൂടിയാണ്. അതിനുശേഷം ഞങ്ങൾ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും മരമായിരുന്നു ഫസ്റ്റ് വർക്ക്. പക്ഷെ അത് റിലീസ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തെങ്കിലും അത് എന്തായാലും അടിപൊളിയായിട്ട് വരുന്നത് കുറേ അവാർഡുകളും നേടിത്തന്ന ഒരു വർക്കാണ്. വളരെ അതെ, DOPക്ക്, എഡിറ്റർക്ക് എല്ലാവർക്കും അവാർഡ് കിട്ടിയ ഒരു വർക്കും കൂടി ആയിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. നമ്മുടെ ഈ ഷോർട്ട് മൂവി ഏറ്റവും നന്നായിട്ട് ഓൺലൈനിലേക്ക് എത്തിച്ചത് ഇവരാണ്. മ്യൂസിക് സോണാണ്, സൈത്താണ്. സർഗ കുറെ കാലമായിട്ട് നിസാർക്ക എല്ലാം വിട്ടു പോയിട്ടില്ല. ഞാൻ നിസാർക്കാൻ വിട്ടു. ഈ മരം വന്ന കോട്ടത്തിലും ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ സജീഷും ഷെമീറും കൂടി കൂടിക്കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര സംഭവമാണ്. ഇത് നേരത്തെ തന്നെ ഹിറ്റായിരിക്കുകയാണ്. ഇതിൻ്റെ ഷൂട്ടിങ്ങിൽ തന്നെ ഇത് ഹിറ്റായിരിക്കുകയാണ്. അതാണ് സജീഷിൻ്റെയും ഷെമീറിൻ്റെ ഒക്കെ ഒരു കോംബോ. പിന്നെ ഇവരുടെയൊക്കെ ഹീറോയിൻ്റെ ഒരു ഇത് നന്നായിട്ടുണ്ട്. ഇതെല്ലാവരും കാണുക.
നല്ലട്ടാ. നമസ്കാരമുണ്ട്. സജീഷിൻ്റെ ഒരു 3-4 ഷോർട്ട് മൂവിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വന്നപ്പം എനിക്ക് ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വ്യൂവേഴ്സ് എങ്ങനെ കാണും എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പല ഇത് നടത്തിയപ്പോഴത്തേക്ക് പലരും വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അത് നല്ല സന്തോഷമുണ്ട്. എല്ലാ ക്രൂ മെമ്പേഴ്സിനും നന്ദി അറിയിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ഇറങ്ങിയെങ്കിൽ പോലും ഒരു എനിക്കൊന്ന് 2-2.5 വർഷമായി കാണും. 2 വർഷമായി കാണും. എന്നാലും എല്ലാ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സജി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ലേറ്റ് ആയാലും നല്ല അവാർഡ്സൊക്കെ വാങ്ങി ഈ ഫിലിം റിലീസ് ചെയ്യാൻ സാധിച്ചതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാവാനും വളരെ ഹാപ്പിയാണ്. അമ്മമാർക്ക് പെട്ടെന്ന്